ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് നത്തോലി അഥവാ കൊഴുവ കൊണ്ടുള്ള ഒരു റെസിപ്പി കാണാം. നത്തോലി റോസ്റ്റാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അതിനായി 1/2 കിലോ നത്തോലി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ചട്ടിയിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതുപോലെ മസാല റെഡിയാക്കി എടുത്ത ശേഷം ഇനി ഇതിലേക്ക് നത്തോലി കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മസാല പുരട്ടിയെടുക്കാം. ഇനി ഈ മസാല മീനിൽ നല്ലപോലെ പിടിച്ചു വരുന്നതിനായിട്ട് ഒരു അരമണിക്കൂർ സമയം ഒന്ന് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് റോസ്റ്റിന് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കാണാം. 2 സവോള, 2 പിടി ചെറിയുള്ളി, 6 അല്ലി വെളുത്തുള്ളി, 2 ചെറിയ കഷ്ണം ഇഞ്ചി, 1 തക്കാളി, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാനും ഒന്ന് അരിഞ്ഞെടുത്ത് കൊണ്ടുവരാം. എല്ലാം ഇതുപോലെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൽ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചതച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അരിഞ്ഞെടുക്കുന്നതിലും ടേസ്റ്റ് കൂടുതലുണ്ടാവുക ഇതുപോലെ ചതച്ച് യൂസ് ചെയ്യുന്നതിനാണ് കേട്ടോ. അതുപോലെ ഉള്ളി കുറച്ച് കനത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ. സവോളയും തക്കാളിയൊക്കെ സാധാരണ പോലെ കനം കുറച്ച് തന്നെ അരിഞ്ഞെടുത്താൽ മതി. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച നത്തോലി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിനായി പാനിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച ശേഷം മസാല പുരട്ടി വെച്ച മീൻ ഇട്ട് കൊടുക്കാം. എല്ലാ മീനും ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്കിനി മറിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ആക്കി എടുക്കണം. 2 സൈഡും ഒരുപോലെ മൊരിഞ്ഞ് വേവായി കഴിഞ്ഞാൽ നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി മീൻ ഫ്രൈ ആക്കിയ ഇതേ പാനിൽ തന്നെയാണ് നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനായി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ സവോള ചേർത്ത് കൊടുക്കാം. സവോള ഒന്ന് സോഫ്റ്റായിട്ട് ഇതുപോലെ ആയി വന്നു തുടങ്ങുമ്പോൾ നമുക്കിനി ഇതിലേക്ക് ചെറുള്ളി ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കണം. റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ചെറുള്ളി ചേർത്ത് കൊടുത്താൽ തന്നെ ആ റോസ്റ്റിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുത്ത് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. ഈ സമയത്ത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തോളൂ. ഇനി ഒരുപാട് അങ്ങ് കളർ മാറുന്നത് വരെ വഴറ്റി കൊടുക്കണമെന്നില്ല കേട്ടോ. ഉള്ളിയൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടണം, അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു പരിവാകുമ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്ര ഇട്ട് കൊടുത്ത ശേഷം വീണ്ടും ഇളക്കി കൊടുത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. പൊടികളുടെ പച്ചമണം മാറി ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഇനി അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ല കനം കുറച്ച് വേണം അരിഞ്ഞെടുക്കാൻ, അപ്പോൾ പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും. അപ്പോൾ തക്കാളി വേഗം വേവായി കിട്ടുന്നതിനായിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലപോലെ വേവായി ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഇനി ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന മീനും കൂടി ചേർത്ത് നല്ലപോലെ മസാലയുമായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി ഒരു 2-3 മിനിറ്റ് കൂടെ ഒന്ന് ചൂടാക്കി എടുത്തുകൂടെ കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി നത്തോലി റോസ്റ്റ് റെഡി. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ചോറിനൊപ്പം ഇങ്ങനൊരു റോസ്റ്റ് ഉണ്ടെങ്കിൽ വേറെ കറിയൊന്നും ആവശ്യമില്ല. ഇതും കൂട്ടി വയറ് നിറയെ ചോറുണ്ണാം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ആക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കിക്കോളൂ. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു റെസിപ്പി വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.